വെൽക്കം ടു സിംപ്ലി ഒരു ബ്ലോഗ്. ഞങ്ങൾ മൂന്നാർ ആനയിറക്കൽ വട്ടവട ട്രിപ്പിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഹായ് ഗായ്സ്, ഞങ്ങൾ മൂന്നാർ ട്രിപ്പാണ്. ഇപ്പം വായിച്ചു എൻജോയ് ചെയ്യുന്ന സൗണ്ടാണ് കേട്ടത്. ഞങ്ങളിപ്പോ ആനയിറങ്ങൽ ഡാം, KSEBയുടെ ആനയിറങ്ങൽ ഡാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മൂന്നാറിൽ രാവിലെ എത്തിയതാണ്. ഇവിടെ സ്റ്റേ കഴിഞ്ഞ് ഞങ്ങളിത് പൊക്കോണ്ടിരിക്കുകയാണ്. സോ ഹായ് എവരിവൺ. മൂന്നാർ ഇത് ആനയിറങ്ങൽ ഡാമിലേക്കുള്ള റൂട്ട് ബ്യൂട്ടിഫുൾ റൂട്ടാണ്. ശരിക്കും പോകേണ്ട റൂട്ട് തന്നെയാണ്. ആനയിറങ്ങൽ ഡാം സൂപ്പർ സൂപ്പർ അല്ലേ? വന്നതിന് ഹായ് ഗൈസ്, ഞങ്ങൾ ആനയിറങ്ങൽ ഡാമിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ മഴ കുറവായതുകൊണ്ട് ഇവിടെ വെള്ളം ഇല്ല, അത് കാരണം ബോട്ടിംഗ് ഇല്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചായ കുടിച്ചത് ചിന്നി നല്ല നൂഡിൽസൊക്കെ കഴിക്കുന്നു. നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റുണ്ട്, ചെറിയ ചൂടുണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും. അതാണ് മൂന്നാറിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഹോളിഡേ ആയതുകൊണ്ട്, വെക്കേഷൻ ആയതുകൊണ്ട് ആൾക്കാരെല്ലാം നല്ല തിരക്കുണ്ട്. ആനയിറങ്ങൽ ഡാമിൽ വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് ലേക്ക് വഴി നമുക്ക് നടക്കാൻ പറ്റും. ഈ ലേക്കിലാണ് കാട്ടാനകളും മറ്റു മൃഗങ്ങളും വന്നിറങ്ങി വെള്ളം കുടിക്കുന്നത്. നമുക്ക് ഈ ബോട്ടുകൾ കാണാം. ബോട്ടുകളിലൊന്നും യൂസേജിലല്ല. ഇത് ഞങ്ങളുടെ 2 പുത്രന്മാരും, പറഞ്ഞ 5 മാസം, ഇത് 5 വർഷം. രണ്ടുപേരും ഫുൾ നമ്മുടെ ഈ നേച്ചറൊക്കെ ഒന്ന് ആസ്വദിച്ച്, ബോട്ടിംഗ് ഇല്ലെങ്കിലും ഞങ്ങൾ ഇവിടെ ലേക്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. അപ്പം ഞങ്ങളിതിൻ്റെ തീരത്ത് ഇരിക്കുകയാണ്. വെള്ളം കുറവായതുകൊണ്ട് ബോട്ടിംഗ് ഇല്ല. പക്ഷെ നല്ല ക്ലൈമറ്റാണ്, വലിയ ചൂടും ഇല്ല. ഒരു ബ്യൂട്ടിഫുൾ സീനറിയാണ് ഈ ആനയിറങ്ങൽ ഡാമിൽ നമുക്ക് കാണാൻ കഴിയുക. കിളികളുടെ സൗണ്ടും, ഒരു പ്രത്യേക കിളികളുടെ സൗണ്ടാണ് കേൾക്കുന്നത്. ഇതുപോലെ പല പിക്ചേഴ്സും കണ്ടിട്ടുണ്ട്. പിക്ചറിൽ ഡ്രോയിങ് ഒക്കെ ഈ ഒരു സീനറി. ഗായ്സ് കണ്ടോ, 5 മാസമുള്ള കുട്ടി പ്രകൃതി ആസ്വദിക്കുന്നത് കണ്ടോ. ഞങ്ങളവിടെ 4 പേരും ഒത്തിരി എൻജോയ് ചെയ്തു. പക്ഷേ ഞങ്ങൾ ആദ്യത്തെ നേരം സ്റ്റേ ചെയ്തില്ല, കാരണം സന്ധ്യ ആവുകയാണ്. അപ്പം ആനകൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ന്യൂസിൽ കണ്ടിരുന്നു ഇങ്ങനെ മാട്ടുപ്പെട്ടിയിൽ കാട്ടാന വണ്ടികൾ ആക്രമിച്ചെന്നൊക്കെ കേട്ടിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടുത്തെ കടയിലെ ചേട്ടന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് വേറൊരു ഗ്രൂപ്പാണ്, ഇതുപോലെ 4 ഗ്രൂപ്പ് വേറെ ഉണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു കോൺ അടിച്ചിട്ട് തിരിച്ചു പോകാം എന്ന് വിചാരിച്ച് കോൺ കഴിക്കാനായിട്ട് ചേച്ചിയുടെ അടുത്ത് വന്നു. ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഗുരു ഭവൻ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് നിയർ മൂന്നാർ. വെൽക്കം ടു സിംപ്ലി ഒരു ബ്ലോഗ്. നമ്മളിപ്പം എക്കോ പോയിന്റിലാണ്. എക്കോ പോയിന്റ് വട്ടവടയിലേക്കുള്ള യാത്രയിലാണ്. നല്ലൊരു സ്പോട്ടാണിത്. വട്ടവടയിലേക്ക് പോകുമ്പം എന്തായാലും ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ഇതൊരു എക്കോ പോയിൻ്റാണ്. ഇവിടുന്ന് നമ്മൾ എന്ന് കൂയ അപ്പുറത്ത് കേൾക്കും. ഇവിടെ സ്പീഡ് ബോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്പീഡ് ബോട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ അവിടെ നിന്നാണ് ഈ ബോട്ടിംഗ് ഉള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. ഇത് എക്കോ പോയിൻ്റാണ്. എക്കോ പോയിൻറ്റിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വട്ടവടയിലേക്കുള്ള യാത്രയിലാണ്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കടകൾ നമുക്ക് സൈഡിൽ കാണാം.
ഇവിടെ നല്ല ചൂട് നൂഡിൽസും നമുക്ക് കോൺ പുഴുങ്ങിയ ഫ്രൈ ചെയ്തും കിട്ടും. നല്ല തിരക്കുണ്ട്. തുണ്ടലാത. ഓ ഇവിടൊക്കെ അമ്മയൊക്കെ പോയതാ. നമ്മൾ സാധാരണ ഈ മൂന്നാർ വരുമ്പോഴേ നമ്മൾ ഓരോ സ്പോട്ട്, അതായത് ഇപ്പം എക്കോ പോയിന്റ് അല്ലെങ്കിൽ ഇന്നൊരു സ്പോട്ട് മാട്ടുപ്പെട്ടി ഡാം, അവിടെ വന്നിട്ട് ആൾക്കാർ തിരിച്ചു പോകും. പക്ഷെ ഇത് കവർ ചെയ്ത് ആൾക്കാർ വട്ടവട വരെ എത്തി. മനസ്സിലായി? കാട്ടിൻ്റെ അകത്തേക്ക്. നമ്മളുടെ വട്ടവടയിലേക്കുള്ള യാത്രയിലാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ടൗണിലായാലും ഇപ്പം ഞങ്ങൾ വട്ടവടയിലേക്ക് പോയിക്കൊണ്ടിരുന്ന യാത്രയിലായാലും എല്ലാം നല്ല തിരക്കാണ്. ഞങ്ങൾക്ക് ഈ തിരക്കേ ഞങ്ങൾക്ക് നമ്മളിൽ പലർക്കും ഈ തിരക്കിൽ നിന്ന് ഒഴിവായി ഏതെങ്കിലും ഒരു നമ്മുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് മാറാൻ ഭയങ്കര താല്പര്യം. അതായത് നമ്മളും കാടും മാത്രം. അങ്ങനെ ഓടി വരുന്നവരാണ് ഞങ്ങൾ. ഞാൻ റോഡ് സൈഡ് വട്ടവടയിലേക്ക് പോകുന്ന വഴിയാണ്. റോഡ് സൈഡ് ഇതേ കാട്ടിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. നടക്കാൻ കഷ്ടിച്ചുള്ള ഒരു വഴിയാണ്. ഇത് നേരെ പോകുന്ന കാട്ടിൻ്റെ അകത്തേക്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും ഒരു വൈബാണ് കേട്ടോ. നമ്മളും ഈ കാടും മാത്രം. നിശബ്ദമായ അന്തരീക്ഷം, കിളികൾ, ചെറിയ കാറ്റ്, മരങ്ങളാടുന്നു. എന്ത് ഭംഗി! വാവ്, സൂപ്പർ വൈബ്. വട്ടവടയിൽ എത്താൻ ഇനി 10 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ അരമണിക്കൂറായിട്ട് നമ്മളിവിടെ ബ്ലോക്കിലാണ്. ഭയങ്കര ബ്ലോക്കായി കിടക്കും. വെൽക്കം വട്ടവട. പുൽമേട്ടിൽ പ്രവേശിക്കരുത്. ഇത് നോക്ക്, ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറ. ഇൻസ്പെക്ടർ ഋഷി വനേക്ഷിയുടെ എനിക്ക് ഇട്ടുന്നില്ലെന്ന് പറയുന്നത്. അത്രയ്ക്ക് നല്ല പരിചയം. എവിടെയോ കണ്ട്, ഒത്തിരി കണ്ടേ. ഓ ഇവിടെ ആയിരുന്നു അത്. ഇത് വനേക്ഷിയുടെ വീട്. വൈച്ചു അത് കണ്ടില്ലേ? ഒരു വനയക്ഷി. മോനെ ഹായ് ഗായ്സ്, ഞങ്ങൾ വട്ടവട ഹണി മ്യൂസിയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. വട്ടവട എത്തി. സൂപ്പർ സ്പോട്ടാണ്. നല്ല ചൂടുണ്ട്, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് പാർക്കിംഗ് ഒക്കെ ചെയ്യാം, വണ്ടികൾ പാർക്ക് ചെയ്യാം. ഓക്കെ, കഫറ്റേരിയ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ ഒരാൾക്ക് 50 രൂപയാണ്. പ്രായം കുറഞ്ഞ ബീസുണ്ട്. അതായത് 6 മുതൽ 15 ദിവസം മാത്രം പ്രായമുള്ള ബീസ്. അവരുടെ തലയിലുള്ള ആ 2 മുഖത്തിൻ്റെ അത് രണ്ടും അവരുടെ ഗ്രന്ഥികളാണ്. ഈ ഗ്രന്ഥിയിൽ നിന്ന് 2 സ്റ്റാമ്പുകളും അതിന് പറയുന്ന പേര് റോയൽ ജെറ്റ്. ആ റോയൽ ജെറ്റ് ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വട്ടവടയിലെ മലയോര കർഷകരുടെ കൃഷിയാണ്. ഇവിടെ സ്ട്രോബെറി ഫാം, പിന്നെ ബീട്രൂട്ട്, ക്യാബേജ്, തക്കാളി, അങ്ങനെ പല കൃഷികളാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രോബെറി ഫാമാണ്. സ്ട്രോബെറി ഫാമിൽ നമുക്ക് അവിടെ സ്ട്രോബെറി വൈൻ, ജാം, പിന്നെ പാഷൻ ഫ്രൂട്ടും ഹണിയും കൂടെ ചേർത്ത് നമുക്ക് ജാം കിട്ടും. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്ട്രോബെറിയാണ്. സ്ട്രോബെറി ഫാമിലെ സ്ട്രോബെറിയാണ്. ഹണി മ്യൂസിയത്തിൽ നിന്ന് ഹണിയൊക്കെ ഞങ്ങൾ മേടിച്ചു. ഇപ്പം സ്ട്രോബെറി ഫാമിൽ കയറി സ്ട്രോബെറി വഹിച്ചു സാപ്പിട്ടുകൊണ്ടിരിക്കുന്നു.
കാറ്റുണ്ട്. കണ്ടോ, നല്ല ക്ലൈമറ്റ് കേട്ടോ, വെയിലില്ല, ചൂടില്ല, നല്ല സീനറി. ഞങ്ങളിവിടെ ഒരു മരത്തിൻ്റെ ഒരു ചെയർ പോലെ ഉണ്ടാക്കി ഇവിടെ ഇരിക്കുകയാണ്, റിലാക്സിങ്. ഇത് കംപ്ലീറ്റ് ടൊമാറ്റോ, ക്യാബേജ് അങ്ങനെയുള്ള കൃഷികളാണ് വട്ടവട വില്ലേജിലുള്ളത്. നമുക്ക് കാണാൻ പറ്റും. എൻ്റെ അടുത്ത് ഗൂഗിളിൽ അടിച്ചപ്പം സ്ട്രോബെറി ഫാം ഇല്ലയെന്നാണ്, സ്ട്രോബെറി ഫ്രൂട്ട്സൊക്കെ കാന്തല്ലൂരിൽ നിന്നായിരുന്നു പറഞ്ഞിരുന്നത് ഗൂഗിൾ ചേച്ചി. പക്ഷേ അങ്ങനെയല്ല, നമുക്കിവിടെ സ്ട്രോബെറിയും കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ ഫോറസ്റ്റ് മൊത്തം കാടാന്ന് പറയുന്നത് കണ്ടല്ല, സൂപ്പർ. ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല, നിശബ്ദത മാത്രം. കാട്ടിലെ വഴിയോര കാഴ്ചകളിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും വന്യമൃഗത്തെ കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ. മാട്ടുപ്പെട്ടിയിൽ ആന കണ്ട വിവരം ഞങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ആൾ വന്ന് ഫ്രണ്ടിൽ ചാടുമോ എന്നുള്ളൊരു രീതിയിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ വീടാണ് ഇതൊക്കെ. അവിടെ നമ്മൾ ഫ്ലാറ്റുകളൊക്കെ കെട്ടിടങ്ങൾ പറയും. അപ്പം ഇനിയും അവർ വരുന്ന വഴിയിൽ വീണ്ടും അവർ അടുത്ത പ്രാവശ്യം കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു ഫ്ലാറ്റോ വീടോ കണ്ടു കഴിഞ്ഞാൽ അവരത് പൊളിച്ചെടുക്കും. അതിപ്പം വണ്ടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. എന്ത് പറയാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ മൂന്നാർ വന്നപ്പോൾ നന്നായി മഴയും കിട്ടിയിരിക്കുന്നു. ഹായ് ഗായ്സ്, ഞങ്ങൾ വട്ടവടയിൽ നിന്ന് തിരിച്ചുള്ള യാത്രയിൽ ഉച്ചയ്ക്ക് നല്ല രീതിയിൽ വിശന്നു. അപ്പോൾ കയറിയ ഒരു സൂപ്പർ സ്ഥലമാണ് മാക്സി മൂന്നാർ T&U ലെഷർ ഹോട്ടൽ. അത്യാവശ്യം നല്ല ആംബിയൻസും നല്ല ഇവിടെ സ്റ്റേയും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറി നല്ലൊരു ബിരിയാണിയാണ് കഴിച്ചത്. കാരണം 3:30 സമയം വട്ടവടയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ. പക്ഷേ നല്ലൊരു സ്പോട്ടാണ്, എല്ലാവർക്കും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു. ഞങ്ങൾ സൂപ്പിൽ തുടങ്ങി, ക്രീം ഓഫ് ചിക്കൻ സൂപ്പിൽ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ബിരിയാണി, പിന്നെ നൂഡിൽസ് അങ്ങനെ കഴിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോയി. വെൽക്കം ടു സിംപിളി ഒരു ബ്ലോഗ്. അങ്ങനെ മടക്കയാത്ര ദുഃഖമാണുണ്ണി എന്ന് നെടുമുണിയാണ് പറയുന്ന പോലെ ഞങ്ങളുടെ ക്യാമ്പ് മൂന്നാർ ഹോളിഡേ ഇൻ എന്ന് പറയുന്നത് നല്ലൊരു സ്റ്റേ ആയിരുന്നു. നമ്മുടെ മൂന്നാർ വരുമ്പോൾ എല്ലാവർക്കും ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്പോട്ടാണ് ക്യാമ്പ് മൂന്നാർ. ഞങ്ങൾക്ക് നല്ലൊരു പ്രൈസിനാണ് ഇവിടെ കിട്ടിയത്. സീസണാണ്, നല്ല തിരക്കുള്ള സമയമാണ്. വെയിലാണെന്ന് പറഞ്ഞാലും ഇവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്തു. സാധാരണ നമ്മൾ വല്ല എക്കോ പോയിൻറ്റോ അല്ലെങ്കിൽ ഹൈഡൽ പാർക്കോ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് തിരിച്ചു പോവുകയാണ് സാധാരണ മൂന്നാർ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം വട്ടവട, പിന്നെ നമ്മൾ ആനയിറങ്ങൽ ഡാം എന്ന് പറയുന്ന സ്ഥലത്തും കൂടെ പോയി. അപ്പോൾ അത് ഇവിടുത്തെ ചേട്ടൻ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്തതാണ് ഈ 2 സ്ഥലങ്ങളിൽ പോകാറുള്ളത്. കാന്തല്ലൂർ ഞങ്ങൾ പോയില്ല, കാരണം അവിടെ വെയിലായതുകൊണ്ട് ചൂടാണെന്ന് പറഞ്ഞു. പിന്നെ പല സ്ഥലങ്ങളിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ വട്ടവട പിടിച്ചത്. പക്ഷെ നല്ലൊരു സ്പോട്ടായിരുന്നു. ഈ വീഡിയോ തന്നെ ഞങ്ങളത് ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പ്രാവശ്യം മൂന്നാർ ട്രിപ്പ്. സാധാരണ മൂന്നാർ ട്രിപ്പ് പോലെ അല്ലായിരുന്നു. അപ്പം എനിവേ ഐ റെക്കമെൻഡ് ദിസ് ക്യാമ്പ് മൂന്നാർ ഹോളിഡേ ഇൻ
നല്ല സ്പോട്ടാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ട്രിപ്പ് വരെ ഗുഡ് ബൈ. നല്ല തിരക്കാണ്, നല്ല തിരക്ക് കണ്ട മോനെ. ഇവിടെ സീസൺ അല്ല എന്നാ പറയുന്നത്. നല്ല വേനൽ അവധിക്ക് ആൾക്കാരെല്ലാം വീടും പൂട്ടിങ്ങി പോന്നു. എവിടെ പോയാലും തിരക്ക്, എല്ലായിടവും ക്യൂവും ബ്ലോക്കുവാ. ലൈനങ്ങ് കിടക്കുക കേട്ടോ പുറകോട്ട്. വരുന്ന വഴിക്ക് തിരിച്ചുള്ള യാത്രയിൽ ഞങ്ങൾ ചട്ടിക്കഞ്ഞിയും പപ്പടവും അച്ചാറും ഒക്കെ കഴിക്കുവാണ്. സ്പൂൺ വെച്ചിട്ടൊന്നും കഞ്ഞി കുടിക്കരുത്, കൈ വെച്ച് തന്നെ കഴിക്കണം, എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് രുചി കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് സിംപ്ലി ഒരു ബ്ലോഗ്.